39 വയസ്സ് തികയാൻ 2 ദിവസം മാത്രം ശേഷിക്കെ 2 ഗോൾ. മിറസ്ലോവ് ക്ലോസെ രചിച്ച ചരിത്രം അങ്ങനെ ക്ലോസ് ആയിരിക്കുന്നു. ഫിഫ ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും ടോപ്പ് സ്കോററായി തീർന്ന മെസ്സി തന്റെ സമ്പാദ്യം 18 ഗോളിലേക്ക് എത്തിച്ചിരിക്കുന്നു. ക്ലോസയ്ക്ക് 16, മെസ്സിക്ക് 18 നോട്ട് ഔട്ട്. ഫുട്ബോളിനെ പ്രണയിക്കുന്ന ഒരാൾ ഇതിലും മനോഹരമായി എങ്ങനെ പിറന്നാൾ മധുരം നുകരാനാണ്? ഫുട്ബോളിന്റെ മിശിഹ മനുഷ്യാവതാരം ചെയ്തിട്ട് 39 സംവത്സരങ്ങൾ പൂർത്തിയായി. ഫിഫ ലോകകപ്പ് കിരീടം നിലനിർത്താൻ കൊതിക്കുന്ന ഇളം നീലപ്പടയ്ക്കൊപ്പമാണ് മെസ്സിയുടെ 39ാം ജന്മദിനാഘോഷം. ഫുട്ബോൾ കളിക്കാനായി മാത്രം പിറവിയെടുത്തവൻ, അതാണ് ലിയോണൽ ആൻഡ്രേസ് മെസ്സി. ഇടം കാലിൽ കോർത്തുവെച്ച പന്തും തലച്ചോറിൽ ഘടിപ്പിച്ച ഫുട്ബോൾ ചിപ്പുമായി ഭൂമിയിലേക്ക് ആഗമനം ചെയ്തവൻ. മില്ലി സെക്കൻഡുകളിൽ തലച്ചോറിൽ നിന്ന് കാലുകളിലേക്ക് പായുന്ന സന്ദേശങ്ങളാണ് മൈതാനത്ത് അയാളെ ചലിപ്പിക്കുന്നത്. എതിരാളികൾ മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കാണുന്ന മെസ്സിയുടെ ഇടംകാൽ അപ്പോഴേക്കും വല തുളച്ചിട്ടുണ്ടാകും. അതിന്റെ റിമോട്ട് ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കണം. പെലെ, മറഡോണ. ഫുട്ബോളിന്റെ ആദിമ ചരിത്രം മുതൽ 21ാം നൂറ്റാണ്ട് വരെ പറഞ്ഞു കേട്ട രാജാവും ദൈവവും ഇവരാണ്. ഇവർക്കിടയിലേക്കാണ് സത്യത്തിൽ ആരാണ് ഏറ്റവും മികച്ചവൻ എന്ന സംശയമുയർത്തി 1987 ജൂൺ 24 അർജന്റീനയിലെ റൊസാരിയോയിൽ മെസ്സിയുടെ ജനനം. 2004 17ാം വയസ്സിൽ ബാഴ്സലോണയിൽ അരങ്ങേറ്റം കുറിക്കുമ്പോഴേ കാലം ഒന്ന് കുറിച്ചു വച്ചിരുന്നു. അയാളൊരു ജിന്നാകും. ബാഴ്സയിൽ അന്നത്തെ ജോഗോ ബൊണീറ്റോ റൊണാൾഡീഞ്ഞോയുടെ ചുമലിലേറി ആരവമാടുന്ന ഇത്തിരിപ്പോന്ന നീളം മുടിക്കാരന്റെ പേര് അന്നേ ഫുട്ബോൾ പ്രേമികൾ എഴുതിവച്ചു. ആ നാണം കുണുങ്ങി പയ്യനാണ് ഫുട്ബോളിൽ ഇന്നത്തെ ലിയോ രാജാവ്. 2005 അർജന്റീനയുടെ ആകാശനീല കുപ്പായത്തിൽ മെസ്സിയുടെ അരങ്ങേറ്റം. മറഡോണയുടെ പിൻഗാമിയായി പല പേരുകളും പറഞ്ഞുകേട്ട അർജന്റീനൻ ഫുട്ബോളിന്റെ യഥാർത്ഥ പിന്തുടർച്ചക്കാരൻ ലിയോ ആയിരുന്നു. രാജ്യത്തിനായി ഏറ്റവും അധികം മത്സരങ്ങൾ, കൂടുതൽ ഗോളുകൾ, ഇനിയും റെക്കോർഡുകൾ തിരുത്താനും കുറിക്കാനുമുണ്ടെന്ന ആക്രാന്തത്തോടെ 39ാം വയസ്സിലും മെസ്സി മൈതാനത്ത് കുതിക്കുന്നു. ബാഴ്സയിൽ നിന്ന് തുടങ്ങി പാരീസിലെ സീൻ നദിക്കരയിലുള്ള PSG കടന്ന് ഇന്റർ മയാമിയിൽ എത്തി നിൽക്കുന്നു 39ാം വയസ്സിൽ മെസ്സിയുടെ ക്ലബ് കരിയർ. 8 ബാലൻ ദിയോർ കിരീടങ്ങൾ അടക്കം ഫുട്ബോൾ ചരിത്രത്തിലെ എണ്ണമറ്റ നേട്ടങ്ങൾ പേരിലാക്കിയ മെസ്സിക്ക് 1.5 പതിറ്റാണ്ടിലേറെ കാലം അപൂർണത ചാർത്തിയ ഏക കാരണം ഫിഫ ലോക കിരീടമായിരുന്നു. എന്നാൽ 2022 ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ ഫുട്ബോളിന്റെ മാന്ത്രിക കിരീടം മെസ്സി എന്ന ജാലവിദ്യക്കാരന്റെ സ്പർശം ഏറ്റുവാങ്ങി. 7 ഗോളുകൾ അടിച്ചും സഹതാരങ്ങളെ 3 ഗോൾ അടിപ്പിച്ചും മെസ്സി ഖത്തറിൽ അരങ്ങുവാണു. ഇനി ലക്ഷ്യം വടക്കേ അമേരിക്കൻ ഫുട്ബോൾ ലോകകപ്പിൽ ആ കിരീടം നിലനിർത്തലാണ്. ആദ്യ മത്സരത്തിൽ അൾജീരിയക്കെതിരെ ഹാട്രിക്കും 2ാം കളിയിൽ ഓസ്ട്രിയക്കെതിരെ ഇരട്ട ഗോളുകളുമായി മെസ്സി സൂചന നൽകിക്കഴിഞ്ഞു. മെസ്സിക്കൊപ്പം മൈതാനത്ത് ലയിക്കുകയാണ് അർജന്റൈൻ ടീം. മൈതാനത്ത് 10 സഹതാരങ്ങളുടെയും കണ്ണുകളും കാലുകളും തലകളും മെസ്സിയിലേക്ക് നീളുന്നു. അവർ ഏത് നിമിഷവും മെസ്സിയിൽ നിന്നൊരു നോട്ടം വരുമെന്നുറപ്പിച്ച് ജാഗരൂകരായി നിൽക്കുന്നു. ഒന്നുറപ്പ്, മെസ്സിയോളം പോകുന്നൊരു ടീം പ്ലെയർ ഫുട്ബോൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരേ സമയം പ്ലേ മേക്കറും സ്ട്രൈക്കറുമാവാൻ മെസ്സി കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. മെസ്സി എന്നത് ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു വ്യക്തിയല്ല, ഒരു ടീം തന്നെയാണ്. അതാണ് മെസ്സിയെ ക്രിസ്ത്യാനോ അടക്കമുള്ള സമകാലികരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. കിലിയൻ എംബപ്പയെ പോലുള്ള പിൻഗാമികൾക്ക് ഊർജവും മെസ്സി തന്നെ. പിറന്നാൾ ആശംസകൾ ലിയോ.